പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. ഈശോ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് 10 മാസം വ്യാഴാഴ്ച. പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും നിങ്ങളെ ജാഗ്രത പാലിക്കുക. വലിയൊരു അനുഗ്രഹമാണ്. പ്രഭാതത്തെ കർത്താവിൻ്റെ കൂടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ജീവിതം ഏൽപ്പിക്കുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജീവിതം ഏൽപ്പിക്കുക. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് ഇപ്പം നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് തരണത്. രാവിലെ എഴുന്നേറ്റ് ജീവിതം ഏൽപ്പിക്കുകയാണ്. നമ്മുടെ യാത്രകളെ ഏൽപ്പിക്കുന്നു, സംസാരങ്ങളെ ഏൽപ്പിക്കുന്നു, ഇടപാടുകളെയും ഇടപെടലുകളെയും ഏൽപ്പിക്കുന്നു, നമ്മുടെ ഉദ്യമങ്ങളെയും നിയോഗങ്ങളെയും ലക്ഷ്യങ്ങളെയും ഏൽപ്പിക്കുന്നു, കംപ്ലീറ്റ് ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏകാഗ്രതയോടെ വളരെ കൃപയോടെ നിൽക്കണം.
സന്തോഷത്തോടെ മനസ്സിൽ, ഹൃദയത്തിൽ സന്തോഷത്തോടെ നിൽക്കണം. വലിയൊരു അനുഗ്രഹമാണ് ഈ സമയത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃപാസന അൾത്താരിൽ നിന്നാണ് ഈ അനുഗ്രഹം വരണത്. 10,000-കണക്കിന് മനുഷ്യർ അനുദിനം പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷയുടെ സ്ഥിരീകരണത്തിനാണ് നിന്നെ അടയാളമാക്കാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നീ പ്രാർത്ഥന കൂടുന്നത്. അങ്ങനെ വലിയ വലിയ ചിന്തകളോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് വരാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഈ പ്രാർത്ഥന കൂടുന്ന വ്യക്തികളും വീടുകളും ഈ നിമിഷം കർത്താവിൻ്റെ കൃപയിൽ നിറയട്ടെ. ഈ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരും എവിടെ വെച്ചാണോ നീ കൂടുന്നത്, കൂടിയതിനു ശേഷം ഇന്ന് നിൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ 9:30 മണി തൊട്ട് അല്ലെങ്കിൽ എപ്പോഴാണ് നിൻ്റെ ജീവിതം ആരംഭിക്കണത്, ഒരു കർമ്മ പരിപാടി നീ പങ്കെടുക്കണത്, ആ നിമിഷമെല്ലാം നിൻ്റെ ആശങ്കകൾ കർത്താവ് ഏറ്റെടുക്കുകയും കാനായിലെ കല്യാണ കുടുംബത്തിലെ ആ കുടുംബത്തിന് വേണ്ടി സഹിത്വം ചേർന്നുകൊണ്ട് മധ്യസ്ഥം വഹിച്ച പരിശുദ്ധമ്മ ദേവമാതാവ് ഈ കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിന് കൂട്ടായിരിക്കുകയും നിനക്ക് മധ്യസ്ഥയും മാതൃകയുമായിരിക്കുകയും ചെയ്യാൻ എനിക്ക് പൗരോഹിത്യം നൽകിയ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നു. ദൈവവേദലേ, നീ ഇന്ന് എവിടെയെല്ലാം പോകുന്നു, ആരെല്ലാം കാണുന്നുവോ, എന്തെല്ലാം ചെയ്യുന്നുവോ, നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാം നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിനക്ക് ഭാരമായിട്ട് തോന്നുന്ന വിഷയങ്ങൾ, നിനക്കൊരു ഐഡിയയില്ല, കൺഫ്യൂഷനാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സ് പരതുന്ന വിഷയങ്ങളുടെ മേൽ വ്യക്തമായ നിശ്ചയദാർഢ്യത്തോടുകൂടി വ്യക്തതയോടെ പ്രവർത്തിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കട്ടെ. നിൻ്റെ ഭവനത്തിലുള്ളവരുടെ പ്രയാസങ്ങളെയും ഭാരങ്ങളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. നീ ആരോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്, ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ്, ആരുടെ കൂടെ കാണുമ്പോഴാണ്, അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നിനക്ക് സങ്കടവും ഭാരവും ഉള്ളത്, ആ വിഷയത്തിന് മേൽ നിൻ്റെ ദൈവം ഇപ്പോൾ ഇടപെട്ടുകയും നിന്നെ അങ്ങനെ എല്ലാ തിന്മകളിൽ നിന്ന് ബന്ധിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ നിൻ്റെ ജീവിതം മുഴുവനും നീ രാത്രി നിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് കിടക്കയിലേക്ക് വരുന്നത് വരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ നിറഞ്ഞു നിൽക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പണ്ട് ഞാനൊരു ഇടവകയിരിക്കുമ്പോഴേ ഈ ദിവസങ്ങളിൽ ഞാനത് ഓർത്തെടുത്തത് എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചിയും ഒരു കുഞ്ഞും കൂടി വന്നു. ഒത്തിരി ആൾക്കാർ കാണാൻ വരുമ്പോൾ അതിനകത്ത് ഒരു കുട്ടി വന്ന് ആ അമ്മയുടെ കയ്യിൽ നിന്ന് തെറ്റാ 2-3 വയസ്സുണ്ടെന്ന് തോന്നുന്നു. ആ കുഞ്ഞ് എൻ്റെ മേശപ്പുറത്തിരുന്ന ഈ സാധാരണ ഒരു അകത്ത് പൂക്കളുള്ള ഷെല്ലിൻ്റെ പേപ്പർ വെയിറ്റ് ഇല്ലേ, അത് കയ്യിലെടുത്തതാണ്. അപ്പോൾ അത് താഴെ വീണ് അത് ചീട് തെറിച്ചു പോയി. അമ്മ വല്ലാടായിപ്പോയി. ഞാൻ വഴക്കിടുമെന്ന് ഓർത്ത്. ഞാൻ വഴക്കിട്ടില്ല, പിള്ളേരുടെ കാര്യം അതിനല്ല. അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് നമ്മൾ വഴക്കിടണത് നമ്മുടെ മൂടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ പ്രാർത്ഥനയുടെ അരൂപിയൊക്കെ പോകത്തില്ലേ. അപ്പം ഞാനത് നല്ല പേപ്പർ വെയിറ്റാണെന്ന്, പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല, ആ വീണ്. പക്ഷെ അവർ നല്ല സോറി പറഞ്ഞ് അതെടുത്ത് വെച്ച് പിന്നീട് അവരെന്ത് ചെയ്തു, അപ്പം അവർക്ക് അച്ഛനെ എന്താ നഷ്ടപ്പെടുത്തിയെന്നല്ലേ. അപ്പം എന്നിട്ട് അവർ പള്ളിക്ക് സംഭവം വന്നിട്ട് പോയി. അവർ ഉദ്ദേശിക്കണത് എനിക്ക് മനസ്സിലായിരുന്നു. എന്താ സംഭവിച്ചെന്ന് ഞാൻ രസം എഴുതി കൊടുത്തു. അവരെന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? അതായത് ഈ പേപ്പർ വെയിറ്റ് താഴെ വീണ് കൊച്ചു പൊട്ടിച്ചില്ലേ, അതിന് നഷ്ടപരിഹാരമായിട്ടാണ് അവർ സംഭാവനയോട് തന്നിച്ച് പോയി. പള്ളിക്ക് സംഭാവന പേപ്പർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛൻ സ്വീകരിച്ചില്ലേ എന്ത് ചെയ്യും? ആ പള്ളിക്ക് സംഭാവന കിട്ടണമല്ലോ, നമുക്കത് കളയാനും പറ്റില്ല. ഞാനത് രസീത് എഴുതി കൊടുത്തു. അത്രയും ഒരു കൊച്ചു പേപ്പർ വെയിറ്റും കൊണ്ട് അത്രയും കാര്യങ്ങൾ അവിടെ നടന്ന്. പക്ഷേ ഈ ഞാൻ ചില സമയത്ത് ഓർത്തിട്ടുണ്ടേ, അവരെന്നോട് എന്ത് പോണവരെയൊക്കെ സോറിയൊക്കെ പറഞ്ഞു വരുന്നത്. സോറി അച്ഛാ, കഷ്ടമായിപ്പോയി, കുഞ്ഞിനറിയാതെ ചെയ്താണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഞാൻ ഇടയ്ക്കപ്പോൾ ഓർക്കുവേ, ആ പേപ്പർ വെയിറ്റ് തന്നെ നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് വീട്ടിലുണ്ട്. അപ്പം ഞാൻ ആരോട് സോറി പറയാനാ? ഞാൻ സോറി പറഞ്ഞിട്ടില്ല.
ആരോട് തെറി പറയാനാണ്? എൻ്റെ കയ്യിൽ തന്നെ പേപ്പർ ഒരു താഴെ വീട് കഴിഞ്ഞാൽ ഞാൻ പറയാൻ കാര്യം അറിയാമോ? നന്ദി പറയുക, സോറി പറയുക, സ്വന്തമാണെങ്കിൽ ചെയ്യത്തില്ലെന്ന് പറയുക. അതറിയണമെങ്കിൽ കർത്താവിൻ്റെ ഒരു വാക്കില്ലേ, നിങ്ങൾക്ക് ഒത്തിരിയേറെ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ. നിങ്ങൾ പ്രാർത്ഥിക്കണ പോലെയും നിങ്ങൾ ദൈവത്തിനോട് ജീവിക്കണ പോലെയും ആരും ജീവിച്ച് കാണത്തില്ല ചിലപ്പോൾ. പക്ഷെ മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് മോശം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങൾക്ക് ദൈവത്തിൽ നന്ദിയില്ല, സ്നേഹവും ഇല്ല. അപ്പം എന്താ കാര്യം? ദൈവം സ്വന്തമായിട്ട് ഒരാളെ കണ്ടാൽ പിന്നെ നന്ദിയും ഉണ്ടാകില്ല, സ്നേഹം ഉണ്ടാകത്തില്ല. സ്വന്തമല്ലേ? ഞാൻ തന്നെയാണ് എൻ്റെ പേപ്പർ ഒരു ഇതായിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോട് സോറി പറയാനാ? അത് ഈശോ പറഞ്ഞതാണെന്നറിയാവാ? ലൂക്കാന്റെ സുവിശേഷം 17:9-10. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? നിങ്ങൾ നന്ദി പറയുമോ? അതെന്താ സംഭവം എന്നറിയാം? അതുപോലെ തന്നെ സോറിയും പറയത്തില്ല. നന്ദി മാത്രമല്ല, സോറിയും പറയത്തില്ല. എന്താ കാര്യം? ഇവന് ഡബിൾ ഡ്യൂട്ടിയാണേ. ഇവന്റെ തുടങ്ങണ 5 വയസ്സ്. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അതെ, ഇപ്പോഴത്തെ ഓരോരോ ഇടക്കേട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണത്. എന്താണ്? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, സ്നേഹം വർദ്ധിപ്പിക്കണമേ. അതിൻ്റെ കൂടെ ഈശോ പറയുന്ന വാക്കുകൾ വായിച്ച് അടുത്തത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളുടെ ഒരു ഭൃത്യൻ, അതാ സംഭവം. വിഷയത്തിലേക്ക് വരികയാണ്. എന്താണ്? നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, ഒഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് വരികയാണ്. 6 to 6 മണിക്കൂറാണ്. 12 മണിക്കൂറാണ് ഡ്യൂട്ടിയെ. 6 മണിക്ക് പോണ 2 മണിക്കും 12 മണിക്കും ഡ്യൂട്ടിയാ. അവൻ വയലിൽ തിരിച്ചു വരുമ്പോൾ വീട്ടിലെത്തുമ്പോൾ എങ്ങനെയായാലും 8 മണിയാവും, അല്ലെങ്കിൽ 7 മണിയെങ്കിലും ആവും. അപ്പോഴേ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്. അവന് ആശ്വാസമില്ല. അവൻ സ്വന്തമാണ്, പക്ഷെ അവന് സോറി ഒന്നും ഇല്ല, അത് നന്ദിയില്ല അവന്. നീ ഉടനെ ഉത്തരവാദിത്വം ചെയ്യാൻ പറയും. പിന്നെ ഉത്തരവാദിത്വം ചെയ്യാനേ പറയത്തുള്ളൂ. കർത്താവിൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്താ കാര്യം അറിയാവോ? നമുക്ക് നന്ദിയോ സോറി കിട്ടത്തില്ല. അവനെ പോയി ഉടനെ നീ പോയി എന്ത് ചെയ്യണം? ഭക്ഷണം പാകം ചെയ്യാൻ പറയും. പിന്നെ എന്ത് ചെയ്യും? പോയി കുളിക്കാൻ പറയും. അപ്പോൾ 9 മണിയാവും. പിന്നെ എന്ത് ചെയ്യും? എന്നിട്ട് എനിക്ക് വിളമ്പിത്തരാൻ പറയും. അതേ കഴിച്ച് കഴിയുമ്പോൾ 9:30 കഴിയും. എന്നിട്ട് നിനക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്നല്ലേ പറയുക. അപ്പോൾ 6 തൊട്ട് രാത്രി 9 മണി വരെ 18 മണിക്കൂർ വർക്ക്. അപ്പോൾ ഓവർലോഡ് ആകുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹിച്ച് വളരുകയും ചെയ്യുന്ന വ്യക്തിയാണ് നീ. പക്ഷെ നീ ദൈവത്തെ സ്നേഹിക്കുന്നതും നീ കർത്താവിൻ്റെ വേണ്ടി ജീവിക്കുന്നതും നിൻ്റെ അനുഭവം തമ്മിൽ ടാലി ആകുന്നില്ലെങ്കിൽ ഓർക്കേണ്ട ഒറ്റ കാര്യം എന്താണ്? നന്ദി അർഹിക്കാത്ത വിധം, നന്ദി പറയാത്ത വിധം, നന്ദി പറയപ്പെടാത്ത വിധം, സ്നേഹം അനുഭവിക്കാത്ത വിധം നീ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുന്നു. ഞാൻ ഏതായാലും അങ്ങനെ എടുക്കണത്. എനിക്കതുകൊണ്ട് കർത്താവിൻ്റെ ഇൻറ്റിമസി വളരാൻ പറ്റുന്നുണ്ട്. കാര്യം കർത്താവ് സത്യമാണ്. എപ്പോഴെങ്കിലും ആയിട്ട് റീഫണ്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈസ്തലാണ്.